എല്ലാവർക്കും നമസ്കാരം. സൈലത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് വിഷ്ണു സജീവൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആണ്. ഏതൊക്കെയാണ്? ഒന്ന്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ അന്താരാഷ്ട്ര നാണയനിധി. രണ്ട്, വേൾഡ് ബാങ്ക് അല്ലെങ്കിൽ ലോക ബാങ്ക്. അപ്പൊ ഈ രണ്ട് ഓർഗനൈസേഷൻസിനെ പറ്റി, അതിന്റെ ഹിസ്റ്ററി, അതിന്റെ ഒറിജിൻ, അതിന്റെ പ്രധാനപ്പെട്ട ഓഫീസ് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്, പിന്നെ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കാം. നേരെ ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ സൈലത്തിന്റെ അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ചില ബാച്ചുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഒന്നാമത്തേത് RRBയുടെ ALP ബാച്ചാണ്, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിലേക്കുള്ള ബാച്ചാണ്. അതിന്റെ അഡ്മിഷൻ ഫീ വരുന്നത് 3999 രൂപയാണ്. രണ്ടാമത്തേത് RRBയുടെ തന്നെ RPF റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലെ SI കോൺസ്റ്റബിൾ ബാച്ചുകളാണ്. അതിന്റെ ഫീ വരുന്നത് 2999 രൂപയാണ്. SSCയിലേക്ക് വരുമ്പോൾ നമുക്ക് CGL ഓഫീസേഴ്സ് ബാച്ച്, നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന CGL ഓഫീസേഴ്സ് ബാച്ച് ആണ്. അതിന്റെ ഫീ വരുന്നത് 5999 രൂപയാണ്. നാലാമത് നിങ്ങളിലേക്ക് എത്താൻ പോകുന്ന ബാച്ച് എന്ന് പറയുന്നത് RRBയുടെ NTPC ബാച്ച് ആണ്. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീലാണ് ഈ 4 ബാച്ചുകളും സൈലന്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ബാച്ചുകളിൽ എങ്ങനെ ജോയിൻ ചെയ്യണം, ഷെഡ്യൂൾ എന്തൊക്കെയാണ്, എത്ര മണിക്കൂറാണ് ക്ലാസ്സുകൾ തുടങ്ങിയ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്പർ നോട്ട് ചെയ്യുക: 9995100800 9995100800. ക്ലിയർ ആണല്ലോ? അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യുക. പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും ജോയിൻ ചെയ്യുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അല്ലെങ്കിൽ വേൾഡ് ബാങ്ക്, ഈ രണ്ട് പേരെ പറ്റി പഠിക്കണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു കോൺഫറൻസ് ആണ്. എന്താണത്? ബ്രെട്ടൺ വുഡ്സ് കോൺഫറൻസ്. ബ്രെട്ടൺ വുഡ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്ന കോൺഫറൻസ്. നമുക്കറിയാം 1939 1945 എന്ന് പറയുന്നത് ലോകത്തിൽ ആർക്കും മറക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. രണ്ടാം ലോക മഹായുദ്ധം അല്ലേ, വേൾഡ് വാർ 2. അപ്പൊ വേൾഡ് വാർ 2 ശേഷം ഒരുപാട് നാശനഷ്ടങ്ങൾ ലോകത്ത് സംഭവിച്ചു, പ്രത്യേകിച്ച് യൂറോപ്പിൽ സംഭവിച്ചു. ലോകത്തിന്റെ മൊത്തത്തിലുള്ള ഒരു എക്കണോമിക് സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, ഈ നശിച്ച സാധനങ്ങളെ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കണ്ടേ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ബ്രെട്ടൺ വുഡ്സിൽ വെച്ച് നടന്ന സ്ഥലപ്പേര് ഓർത്തിരിക്കുക, വെരി ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ബ്രെട്ടൺ വുഡ്സ് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ ന്യൂ ഹാംഷെയർ എന്ന് പറയുന്ന സ്റ്റേറ്റിലുള്ള ഒരു സ്ഥലമാണ് ബ്രെട്ടൺ വുഡ്സ്. അവിടുത്തെ ഒരു വലിയ ഹോട്ടലിൽ വെച്ചാണ് ഈ മീറ്റിംഗ്, ഈ കോൺഫറൻസ് നടന്നത്. അതുകൊണ്ടാണ് അതിന് ബ്രെട്ടൺ വുഡ്സ് കോൺഫറൻസ് എന്ന് പറയുന്നത്. ഈ കോൺഫറൻസിന്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ കോൺഫറൻസ്. നമുക്കറിയാം യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നതും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 1945 ഐക്യരാഷ്ട്ര സംഘടനയുടെ UN ചാർട്ടർ സൈൻ ചെയ്തത്. ഇത്രയൊക്കെ നമുക്കറിയാം. ഇത്രയും കാര്യങ്ങൾ ബ്രീഫായിട്ട് നമുക്കറിയാം. എന്തായിരുന്നു ഈ കോൺഫറൻസിന്റെ ഉദ്ദേശം? ഞാൻ നിങ്ങളോട് പറഞ്ഞു. ടു റെഗുലേറ്റ് ദ ഇന്റർനാഷണൽ മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ ഓർഡർ ആഫ്റ്റർ വേൾഡ് വാർ 2. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിന്റെ എക്കണോമിക് സ്ട്രക്ചർ അല്ലെങ്കിൽ തകർന്നു പോയ സാധനത്തിനെ എങ്ങനെ റിവൈവ് ചെയ്യണം തുടങ്ങിയ കുറെ ബ്രോഡായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് അവർ ആ മീറ്റിംഗ് നടത്തിയത്, ആ കോൺഫറൻസ് നടത്തിയത്. അതിന്റെ ഔട്ട്കം എന്താണ് ഔട്ട്കം? രണ്ട് പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോം ചെയ്യാൻ വേണ്ടി അവർ പ്രപ്പോസ് ചെയ്തു. ഏതൊക്കെയാണ്? ഒന്ന്, നോട്ട് ചെയ്തുകൊള്ളുക: ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. അതായത് റീകൺസ്ട്രക്ഷനും ഡെവലപ്മെന്റിനും വേണ്ടി ഒരു ഇന്റർനാഷണൽ ബാങ്ക്. കാരണം എന്താണ്? വേൾഡ് വാർ 2 ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു പരമപ്രധാനമായ കാരണമാണ്. ലോകമഹായുദ്ധം കഴിയുമ്പോൾ ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, അതാണ് പിന്നീട് വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ചില ഓർഗനൈസേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് IBRD, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. രണ്ടാമത്തെ സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, IMF അന്താരാഷ്ട്ര നാണയനിധിയെ സ്ഥാപിക്കുക. അങ്ങനെ രണ്ട് സാധനങ്ങൾ, ഈ രണ്ട് ഗ്രൂപ്പ് ബ്രെട്ടൺ വുഡ്സ് കോൺഫറൻസിന്റെ ഔട്ട്കമാണ്. ബ്രെട്ടൺ വുഡിലെ ഇരട്ടകൾ അല്ലെങ്കിൽ ബ്രെട്ടൺ വുഡ്സ് ട്വിൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ് ബ്രെട്ടൺ വുഡ് ട്വിൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. SSCയുടെ IMFഉം വേൾഡ് ബാങ്കുമാണ്. ചില ഓപ്ഷനിൽ IMF എന്നും IBRD എന്നും തരും, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, വിച്ച് ഇറ്റ്സെൽഫ് ഈസ് എ പാർട്ട് ഓഫ് വേൾഡ് ബാങ്ക് ഗ്രൂപ്പ്. കേട്ടോ? ഇനി തെറ്റിപ്പോകില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം വേണമെന്ന് പ്രപ്പോസ് ചെയ്ത വ്യക്തികൾ ആരാണ്? ഈ ഒരു ബ്രെട്ടൺ വുഡ്സ് കോൺഫറൻസിന്റെ അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ ഐഡിയ കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റുകളാണ്. ഒന്ന് ജോൺ മെയ്നാർഡ് കീൻസ്,
ജോൺ മെയ്നാർഡ് കീൻസ്. എക്കണോമിക്സിൽ നമ്മൾ കീനീഷ്യൻ എക്കണോമിക് പോളിസി എന്നൊക്കെ പഠിക്കും, നമ്മൾ എക്കണോമിക്സിൽ പഠിക്കും കേട്ടോ, നമ്മുടെ ക്ലാസ്സുകളിൽ പഠിക്കും. 2 ഹാരി ഡെക്സ്റ്റർ വൈറ്റ്. ജോൺ മെയ്നാർഡ് കീൻസ് ദാ ഇദ്ദേഹമാണ് അദ്ദേഹം. ഹാരി ഡെക്സ്റ്റർ വൈറ്റ് ദാ ഇദ്ദേഹമാണ് അദ്ദേഹം. ഈ 2 പേരുമാണ് അതിൻ്റെ ഇന്റലക്ച്വൽ ഫൗണ്ടേഴ്സ്. സോ നിങ്ങളോട് ചോദിക്കുകയാണ് ഹൂ ആർ ദ ഇന്റലക്ച്വൽ ഫൗണ്ടേഴ്സ് ഓഫ് IMF ആൻഡ് വേൾഡ് ബാങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 വ്യക്തികളുണ്ട്. ഒന്ന് ജോൺ മെയ്നാർഡ് കീൻസ് അല്ലെങ്കിൽ JM കീൻസ്, 2 ഹാരി ഡെക്സ്റ്റർ വൈറ്റ്. ഞാൻ പറഞ്ഞില്ലേ ബ്രെട്ടൺ വുഡ്സിലെ ഒരു പ്രധാനപ്പെട്ട ഹോട്ടലിലാണ് അവർ മീറ്റ് ചെയ്തതെന്ന്. ആ ഹോട്ടലാണിത്, മൗണ്ട് വാഷിംഗ്ടൺ ഹോട്ടൽ. കേട്ടോ, ക്ലിയർ ആണല്ലോ, ഒറിജിൻ ക്ലിയർ ആണ്. ഇനി പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ചില കാര്യങ്ങൾ പഠിക്കാം. 1 ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, 2 വേൾഡ് ബാങ്ക്. എന്തൊക്കെ ഡൈമെൻഷൻസ് അറിഞ്ഞിരിക്കേണ്ടത്? ഈ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ഡൈമെൻഷൻസ് ആണ്, പല പല ഡൈമെൻഷൻസ്. ഫോർമേഷൻ എന്നാണ്? 945 947 അതിന്റെ ഫംഗ്ഷനിങ് തുടങ്ങിയെന്ന് നിങ്ങൾ പല സ്ഥലങ്ങളിൽ വായിക്കും. പക്ഷെ അതിന്റെ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി ബ്രെട്ടൺ വുഡ്സ് കോൺഫറൻസ് നടന്ന വർഷം 1944. ചില സോഴ്സുകളിൽ IMFന് 1945 തരും, അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഫംഗ്ഷൻ തുടങ്ങി. ചില സോഴ്സുകളിൽ 1947 ഫംഗ്ഷൻ തുടങ്ങിയെന്ന് പറയും. പക്ഷെ മജോറിറ്റി കേസുകളിലും കേന്ദ്ര ഗവൺമെന്റ് പരീക്ഷകൾക്ക് ചോദ്യം ചോദിച്ച് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1944 അല്ലെങ്കിൽ 1945 ആണ് ഉത്തരം തരുന്നത്. സ്ഥാപിച്ചതും ഫംഗ്ഷനിങ് ആരംഭിച്ചതും. കേട്ടോ, ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? 2 പേരും അതിൻ്റെ ഒരു ഔട്ട്കം ബ്രെട്ടൺ വുഡ്സ് എവിടെയായിരുന്നു? US-ലായിരുന്നു. അപ്പോൾ US-ലെ ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റിയാണ് നമുക്കറിയാം വാഷിംഗ്ടൺ DC. വാഷിംഗ്ടൺ DC. 2ൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? അമേരിക്കയിലാണ്, വാഷിംഗ്ടൺ DC-യിലാണ്. ഓക്കെ, അടുത്ത പോയിന്റ് മെമ്പർഷിപ്പ്. IMF-ൽ നിലവിൽ 190 മെമ്പർ കൺട്രീസ് ഉണ്ട്. എത്ര? 190. 190. വേൾഡ് ബാങ്കിൽ 189. ഒരു കാര്യം പറയട്ടെ, എക്സ്ട്രാ പോയിന്റ്. ഇഫ് യു വോണ്ട് ടു ബിക്കം എ മെമ്പർ ഓഫ് വേൾഡ് ബാങ്ക്, വേൾഡ് ബാങ്കിന്റെ മെമ്പർ ആകണമെങ്കിൽ നിങ്ങൾ ഓൾറെഡി IMF-ന്റെ മെമ്പർ ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? IMF-ന്റെ മെമ്പർ ആയതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് വേൾഡ് ബാങ്കിന്റെ മെമ്പർ ആവാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈ 190ാമത്തെ രാജ്യമായിട്ട് IMF-ൽ ജോയിൻ ചെയ്ത ആ രാജ്യം ഏതാണെന്നല്ല പേര് ഞാൻ പറഞ്ഞുതരാം. പേര് ആൻഡോറ. കേട്ടിട്ടുണ്ടോ? ആൻഡോറ എന്ന് പറയുന്ന രാജ്യം. എന്റെ ചോദ്യം ഇതാണ്, ഏത് കോണ്ടിനെന്റ്, ഏത് ഭൂഖണ്ഡത്തിലാണ്? രണ്ടാമത്തെ ചോദ്യം, ഏതൊക്കെ രാജ്യങ്ങളുടെ നടുവിൽ സാൻഡ്വിച്ച് ചെയ്താണ് ഈ ആൻഡോറ കിടക്കുന്നത്? കണ്ടുപിടിച്ചിട്ട് പറയുക. ഏത് കോണ്ടിനെന്റിൽ ഏതൊക്കെ രാജ്യങ്ങളുടെ നടുക്കാണ് ഇതുള്ളത് എന്ന് പറയുക. ഫോർമേഷൻ പഠിച്ചു, ഹെഡ് ക്വാർട്ടേഴ്സ് പഠിച്ചു, മെമ്പേഴ്സ് എത്ര രാജ്യങ്ങളുണ്ടെന്ന് പഠിച്ചു അല്ലേ? ഇന്ത്യ എന്ന് പറയുന്നത് ഈ 2ലും മെമ്പേഴ്സ് ആണ് കേട്ടോ. 2ന്റെയും ഫൗണ്ടിങ് മെമ്പേഴ്സ് ആണ് ഇന്ത്യ. ഫൗണ്ടിങ് മെമ്പർ ആണ് ഇന്ത്യ കേട്ടോ. അടുത്തത് ഫസ്റ്റ് MD. IMF-ന്റെ ചീഫിനെ വിളിക്കുന്നത് മാനേജിംഗ് ഡയറക്ടർ എന്നാണ്. IMF-ന്റെ. വേൾഡ് ബാങ്കിന്റെ ചീഫിനെ വിളിക്കുന്നത് വേൾഡ് ബാങ്ക് പ്രസിഡന്റ് എന്നാണ്. സോ ഫസ്റ്റ് മാനേജിംഗ് ഡയറക്ടർ ആരാണ്? IMF-ന്റെ. പേര് നോട്ട് ചെയ്തോളുക. ബെൽജിയത്തിൽ നിന്നുള്ള എക്കണോമിസ്റ്റ് ആയിരുന്ന കമീൽ ഗട്ട്. എന്താണ്? കമീൽ ഗട്ട്. IMF-ന്റെ ഫസ്റ്റ് മാനേജിംഗ് ഡയറക്ടർ. ബെൽജിയം എവിടെയാണ്? നമുക്കറിയാം, നമ്മുടെ കെവിൻ ഡിബ്രൂയിനയുടെ ബെൽജിയം അല്ലെങ്കിൽ ലുക്കാക്കുവിന്റെ ബെൽജിയം. ഫുട്ബോൾ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. ഈ ബെൽജിയം എന്ന് പറയുന്നത് നമുക്കറിയാം യൂറോപ്പിലാണ്. അതിനൊരു കാര്യമുണ്ട് കേട്ടോ, അതിനു വേണ്ടിയാണ് പറയുന്നത്. ബെൽജിയം ഈസ് ഇൻ യൂറോപ്പ്. വേൾഡ് ബാങ്കിലേക്ക് വരാം. ഫസ്റ്റ് പ്രസിഡന്റ് എന്ന് പറയുന്നത് യുജീൻ മേയർ. ആരാണ്? യുജീൻ മേയർ. മിസ്റ്റർ യുജീൻ മേയർ ഒരു അമേരിക്കൻ എക്കണോമിസ്റ്റ് ആയിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അപ്പോൾ വേൾഡ് ബാങ്കിന്റെ ഡയറക്ടർ, ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മൂപ്പര് ഏത് നാട്ടുകാരാണ്? അമേരിക്കക്കാരനാണ്. കറണ്ട് മാനേജിംഗ് ഡയറക്ടർ, IMF-ന്റെ ഇപ്പോഴത്തെ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു ലേഡിയാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. ബൾഗേറിയക്കാരി എക്കണോമിസ്റ്റ് മിസ് ക്രിസ്റ്റലീന ജോർജീവ. ബൾഗേറിയ, അതും എവിടെയാണ്? യൂറോപ്പിലാണ്. ബെൽജിയം യൂറോപ്പിലാണ്, ബൾഗേറിയ യൂറോപ്പിലാണ്. പറഞ്ഞല്ലോ. ഇപ്പോഴത്തെ വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അദ്ദേഹത്തിന്റെ പേര് മിസ്റ്റർ അജയ് ബാങ്ക. പേര് കേൾക്കുമ്പോൾ ഇന്ത്യക്കാരനെ പോലെ തോന്നിക്കഴിഞ്ഞാലും ഹീസ് എ സിറ്റിസൺ ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അജയ് ബാങ്ക എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യൻ ഒറിജിൻ ആണ്. കാലക്രമേണ അമേരിക്കയുടെ ഒരു നാച്ചുറലൈസ്ഡ് സിറ്റിസൺ ആയി. നമ്മൾ മാസ്റ്റർ കാർഡിന്റെ ഒക്കെ തലപ്പത്തിരുന്ന വ്യക്തി എന്നുള്ള പേരിൽ നമ്മൾ അദ്ദേഹത്തെ കറണ്ട് അഫയേഴ്സിൽ കണ്ടിട്ടുണ്ട്, അജയ് ബാങ്ക. സോ ഇന്ത്യൻ ഒറിജിൻ ആയതുകൊണ്ട് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. എഗെയിൻ ആളെ ഏത് നാട്ടുകാരനാണ്? അമേരിക്കക്കാരനാണ്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ ഒരു പാറ്റേൺ മനസ്സിലാവും. കാലങ്ങളായിട്ട് എവർ സിൻസ് 1945 IMF-ന്റെ ചീഫ് എന്ന് പറയുന്നത് ബെൽജിയം, ബൾഗേറിയ ഇതൊക്കെ ഉൾപ്പെടുന്ന യൂറോപ്പുകാരായിരിക്കും.
ഇനി വരാൻ പോകുന്ന വ്യക്തിയും അങ്ങനെ തന്നെയായിരിക്കും, വലിയ മാറ്റം ഉണ്ടാകുന്ന തോന്നുന്നില്ല. വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് അമേരിക്കക്കാരാണ്. അത് ബൈ ലോ അങ്ങനെയല്ല, കൺവെൻഷനാണ്. അവര് ഈ നമ്മുടെ അപ്പൻ തമ്പുരാനൊക്കെ അംഗീകരിച്ചു എന്ന് പറയില്ലേ, അതുപോലെ ഒരു കമ്മിറ്റി ചേർന്ന് അവരങ്ങ് അംഗീകരിച്ചു. ഇത് യൂറോപ്പിനും ഇത് അമേരിക്കയ്ക്കുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ത്യക്കാരുടെ പേരൊന്നും അത്ര വലിയ സ്ഥാനത്തേക്ക് കേൾക്കാത്തത് കേട്ടോ. ഇനി ചില പ്രധാനപ്പെട്ട പോസ്റ്റുകളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. വേൾഡ് ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടർ കം CFO, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. IMFന് അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ല, വേൾഡ് ബാങ്കിനാണ്. ആരാണ്? മിസ് അൻഷുല കാന്ത്. എന്തുകൊണ്ടാണ് പഠിക്കണം എന്ന് പറഞ്ഞേ? മുപ്പത്തി ഇന്ത്യക്കാരിയായിട്ടുള്ള ഒരു എക്കണോമിസ്റ്റ് ആണ് മിസ് അൻഷുല കാന്ത് കേട്ടോ. വേൾഡ് ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CFO. ക്ലിയർ ആണല്ലോ. അടുത്തത് ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ. ഞാൻ പറഞ്ഞു ഡെപ്യൂട്ടി അല്ലെ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് ക്രിസ്റ്റലിന ജോർജീവ, IMFന്റെ ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറാണ് ഗീത ഗോപിനാഥ്. മുൻപ് IMFന്റെ തന്നെ ചീഫ് എക്കണോമിസ്റ്റ് ആയിരുന്നു അവർ. ഗീത ഗോപിനാഥ് മലയാളി ഒറിജിനാണ്, ഇന്ത്യക്കാരി ആയിരുന്നു, ഇന്ന് അമേരിക്കൻ സിറ്റിസൺ ആണ്. അഗെയിൻ നാച്ചുറലൈസ്ഡ് സിറ്റിസൺ ഓഫ് അമേരിക്ക. വേൾഡ് ബാങ്കിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ല കേട്ടോ, അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ല. ക്ലിയർ ആണല്ലോ. അടുത്തത് നോട്ട് ചെയ്യുക. വേൾഡ് ബാങ്കിന്റെ ചീഫ് എക്കണോമിസ്റ്റ് എന്ന് പറയുന്നത് മിസ്റ്റർ ഇന്ദർമിത് ഗിൽ. അദ്ദേഹവും ഒരു ഇന്ത്യക്കാരനാണ്. അപ്പൊ ഈ 3 പേരുകൾ ഓർത്തു വയ്ക്കുക. അൻഷുല കാന്ത് ഒന്നാമത്തെ പേര്, വേൾഡ് ബാങ്കായിട്ട് അസോസിയേറ്റ് ചെയ്ത്. 2 ഗീത ഗോപിനാഥ്, രണ്ടാമത്തെ പേര് IMF ആയിട്ട് അസോസിയേറ്റ് ചെയ്ത്. വേൾഡ് ബാങ്കിന്റെ ചീഫ് എക്കണോമിസ്റ്റ് എന്ന് പറയുന്നത് ഇന്ദർമിത് ഗിൽ. ഈ 3 പേരും ഓർത്തിരിക്കുക, ഇന്ത്യക്കാരാണ്. അജയ് ബാങ്ക ഇന്ത്യൻ ഒറിജിൻ ആണ്. ഗീത ഗോപിനാഥ് അഗൈൻ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞു, തെറ്റാണ്, ഇന്ത്യൻ ഒറിജിൻ ആണ് കേട്ടോ. ബ്രാക്കറ്റിൽ എഴുതി തന്നിട്ട് ഞാൻ ഏതൊക്കെയാണ് ഇന്ത്യ, ഏതൊക്കെയാണ് നാച്ചുറലൈസ്ഡ് സിറ്റിസൺ ഓഫ് USA എന്നുള്ളത്. അപ്പോൾ വേൾഡ് ബാങ്ക് ഗ്രൂപ്പിനെ പറ്റി ഒരു എക്സ്ട്രാ പോയിന്റ് ഞാൻ പറഞ്ഞു തരട്ടെ. IMF എന്ന് പറയുന്ന സംഘടന ഓർഗനൈസേഷൻ നമ്മൾ പഠിച്ചു. വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത് പല സംഘടനകളുടെ കൂട്ടായ്മയാണ്. വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് എന്ന് നമുക്കതിനെ പറയാം. ഏതൊക്കെയാണ് ആ സംഘടനകൾ? 5 സംഘടനകൾ. നോട്ട് ചെയ്യുക, 5 സംഘടനകൾ ചേർന്നാണ് മക്കളെ നമുക്ക് വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് ഉള്ളത്. 1 ഞാൻ പറഞ്ഞു, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, IBRD. രണ്ടാമത്തെ ബാങ്ക് അല്ലെങ്കിൽ രണ്ടാമത്തെ അസോസിയേഷൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ. മൂന്നാമത്തത് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ. നാലാമത്തേത് എന്ന് പറയുന്നത് മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി ഏജൻസി, MIGA. അഞ്ചാമത്തേത് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സെന്റർ ഫോർ സെറ്റിൽമെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പ്യൂട്ട്, ICSID. അപ്പോൾ ഓരോന്നിനും പേര് കേട്ടാൽ അറിയാം ഓരോ ഫംഗ്ഷൻ ആണ്. റീകൺസ്ട്രക്ഷൻ ഡെവലപ്മെന്റിന് വേണ്ടി, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ ഇൻട്രസ്റ്റ് ഏറ്റവും കുറവായിട്ട് അല്ലെങ്കിൽ 0 ഇൻട്രസ്റ്റ് ലോൺ കൊടുത്തിട്ട് പൂറസ്റ്റ് കൺട്രീസിന്റെ എക്കണോമീസിനെ റിവൈവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി ഏജൻസി, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് സംബന്ധിച്ച ഡിസ്പ്യൂട്ടുകൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ 5 ഓർഗനൈസേഷൻ ചേർന്നിട്ടാണ് വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് ഉള്ളത്. ഈ വേൾഡ് ബാങ്ക് ഗ്രൂപ്പിൽ 5 ഓർഗനൈസേഷൻസ് ആണെന്ന് പറഞ്ഞല്ലോ, അതിലെ 2 ഓർഗനൈസേഷൻസ് ചേരുമ്പോഴാണ് നമ്മൾ വേൾഡ് ബാങ്ക് എന്ന് വിളിക്കുന്നത്. ഇത് പലർക്കും അറിയില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. ഈ 5ഉം കൂടെ ചേരുമ്പോൾ വേൾഡ് ബാങ്ക് ഗ്രൂപ്പാണ്. നമ്മൾ വേൾഡ് ബാങ്ക് എന്ന് വിളിക്കുന്ന സാധനത്തിൽ ഇതിൽ 2 എണ്ണം ഉള്ളൂ. ഏതൊക്കെയാണ്? IBRD, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. 2 IDA, ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ. ഈ 1, ഈ 2 രണ്ടും ചേരുമ്പോഴാണ് വേൾഡ് ബാങ്ക്. ഈ 5ഉം ചേരുമ്പോഴാണ് വേൾഡ് ബാങ്ക് ഗ്രൂപ്പ്. ക്ലിയർ ആണല്ലോ? ഇനി തെറ്റില്ലല്ലോ? തെറ്റരുത്. അപ്പൊ എന്താണ് IMF, എന്താണ് വേൾഡ് ബാങ്ക്? നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടില്ലേ, ഇന്ത്യ 1990-91 കാലഘട്ടത്തിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് കൂടെ കടന്നുപോയി. IMFൽ നിന്ന് ലോൺ എടുത്തു. IMFനെ കേട്ടിട്ടുണ്ട്. പാകിസ്ഥാൻ IMF ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തു, പലപ്പോഴായിട്ട് റിജക്ട് ചെയ്തു, ചിലപ്പോഴൊക്കെ ലോൺ കൊടുത്തു. ശ്രീലങ്ക ഈ അടുത്ത് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തു. ഇതൊക്കെ IMF ആണ്. അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് വരുമ്പോൾ, ഒരു എക്കണോമിക് ക്രൈസിസ് വരുമ്പോൾ നമ്മൾ കടമെടുക്കാൻ എവിടെ പോകും? IMF. വേൾഡ് ബാങ്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടുള്ള എപ്പോഴാണ്? ഹെൽത്ത് സെക്ടർ, എഡ്യൂക്കേഷൻ സെക്ടർ, എനർജി സെക്ടർ, അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളിലെ മെട്രോ പദ്ധതികൾ, ഇവിടെയൊക്കെ നമുക്ക് കാശ് ആവശ്യമുള്ളപ്പോൾ ഇറ്റ് ഈസ് എ വേൾഡ് ബാങ്ക് ഫണ്ടഡ് പ്രൊജക്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? കുറഞ്ഞ ഇൻട്രസ്റ്റിൽ, കുറഞ്ഞ തോതിൽ ഇൻട്രസ്റ്റ് തന്ന് ഡെവലപ്മെന്റൽ പ്രൊജക്ടുകളെ സപ്പോർട്ട് ചെയ്യുന്നു. അതാണ് വേൾഡ് ബാങ്ക്. അത് തന്നെയാണ് പരമപ്രധാനമായ വ്യത്യാസം. 1, വേൾഡ് ബാങ്ക് ഗ്രൂപ്പിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള പോവർട്ടി, ദാരിദ്ര്യം കുറയ്ക്കുക, ദാരിദ്ര്യ നിർമാർജനം.
ആൻഡ് ഇൻക്രീസ് ഷെയർഡ് പ്രോസ്പിരിറ്റി. എല്ലാവരെയും ഒരേപോലെ ഉയർത്തിക്കൊണ്ടുവരിക. അതിനുവേണ്ടി അവർ ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് അറിയോ? ദേ പ്രൊവൈഡ് ഫിനാൻസിങ് ആൻഡ് അസിസ്റ്റൻസ് ടു ഗവൺമെന്റ്. ടെക്നിക്കൽ അസിസ്റ്റൻസ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ഇതൊക്കെ അവർ കൊടുക്കും. അടുത്തത് ഫോക്കസ് ഓൺ സ്ട്രെങ്തനിങ് ദ പ്രൈവറ്റ് സെക്ടർ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. ഡെവലപ്പിംഗ് കൺട്രീസിൽ ഫോക്കസ് ചെയ്ത് അതിനെ പതുക്കെ പതുക്കെ വികസിത രാജ്യങ്ങൾ, ഡെവലപ്ഡ് കൺട്രീസ് ആക്കാൻ വേണ്ടി സഹായിക്കും. ഇന്ത്യക്ക് ഒരുപാട് ഫണ്ടിങ് തന്നിട്ടുണ്ട്. ഇന്ത്യ പോലുള്ള വളർന്നു വന്നിരുന്ന രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ ആഫ്രിക്കയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുമൊക്കെയുള്ള, സൗത്ത് ഏഷ്യയിലുമുള്ള ഏറ്റവും പോറസ്റ്റ് എക്കണോമീസിനും അവർ ഫണ്ടിങ് കൊടുക്കുന്നു. സോ വേൾഡ് ബാങ്കിന്റെ ഉദ്ദേശം മനസ്സിലായല്ലോ. 2 IMF. എന്താ ഉദ്ദേശം? ടു സ്റ്റെബിലൈസ് ദ ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം ആൻഡ് ആക്ട്സ് ആസ് മോണിറ്റർ ഓഫ് ദ വേൾഡ്സ് കറൻസീസ്. ലോകത്തുള്ള കറൻസികളെ മോണിറ്റർ ചെയ്യുക, അതിന്റെ മറ്റു കാര്യങ്ങൾ. അല്ലെങ്കിൽ IMF-ലെ കോട്ട നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, IMF-ലെ SDR എന്നൊരു സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. എന്താണ് SDR? ഇതൊക്കെ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുക. അതായത് ഗ്ലോബൽ എക്കണോമി ഒരു പ്രോപ്പർ സേഫ് ട്രജക്ടറിയിലാണ് പോകുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ലെൻസ് ടു കൺട്രീസ് വിത്ത് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡിഫിക്കൽട്ടീസ്. അത്യാവശ്യം നല്ല പലിശയിൽ കടം കൊടുക്കുകയാണ്. അപ്പോൾ അവർ ചില കണ്ടീഷൻസ് വയ്ക്കും. ഒരു ഉദാഹരണത്തിന്, ഇന്ത്യ 1991 ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് വന്ന് IMF-നോട് കാശ് കടം ചോദിച്ചപ്പോൾ IMF പറഞ്ഞു, ഇനി മുതൽ ക്ലോസ്ഡ് എക്കണോമി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല, എക്കണോമി മറ്റുള്ളവർക്ക് വേണ്ടി തുറന്നു കൊടുക്കണം. അങ്ങനെ ഇന്ത്യ തുറന്നു കൊടുത്തു. LPG റിഫോംസ്, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, അങ്ങനെ അവർ കണ്ടീഷൻസ് വയ്ക്കും. വേൾഡ് ബാങ്ക് വേറെ പർപ്പസാണ്. വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ ഡെവലപ്മെന്റൽ പ്രൊജക്റ്റുകളെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ് വേൾഡ് ബാങ്കിന്റെ ഉദ്ദേശം. വേറൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, കൺട്രീസ് മസ്റ്റ് ഫസ്റ്റ് ജോയിൻ IMF ടു ബി എലിജിബിൾ ടു ജോയിൻ ദ വേൾഡ് ബാങ്ക് ഗ്രൂപ്പ്. മറക്കില്ല. അപ്പൊ നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? നോട്ട് ചെയ്യുക. ഞാൻ കുറേ കാര്യങ്ങൾ ഓൾറെഡി ക്ലാസ്സിനകത്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അത് കൂടാതുള്ള കാര്യങ്ങളാണ് കേട്ടോ. The headquarters of IMF is located at, നമുക്കറിയാം, വാഷിംഗ്ടൺ DC. ഇതേ ഉത്തരം തന്നെയായിരിക്കും വേൾഡ് ബാങ്കിനെ പറ്റി ചോദിച്ചാലും. രണ്ടും വാഷിംഗ്ടൺ DC, അമേരിക്കയിലാണ്. 2, വോട്ടിംഗ് റൈറ്റ്സ് ഇൻ ദ IMF ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ ദ ബേസിസ് ഓഫ്. അതായത് IMF-നകത്ത് നിങ്ങൾക്ക് വോട്ടവകാശമുണ്ട്. എന്തുണ്ട്? വോട്ടവകാശമുണ്ട്. IMF-ൽ 190 രാജ്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. 190 രാജ്യങ്ങൾക്കും തുല്യമായ വോട്ടവകാശമല്ല. നമ്മൾ ഇന്ത്യക്കകത്ത് ഇപ്പോൾ ലോക്സഭ ഇലക്ഷൻ നടക്കുകയാണ്. നമ്മൾ വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓരോ പൗരനും ഒരു വോട്ട്. അല്ലാണ്ട് എൻ്റെ കയ്യിലുള്ള കാശിനും ടാക്സിനും മറ്റും അനുസരിച്ച് എനിക്ക് വോട്ടിന് കൂടുതൽ വാല്യൂ ഇല്ല. IMF-ൽ അങ്ങനെയല്ല. IMF-ന്റെ വോട്ടിന്റെ കോട്ട തീരുമാനിക്കുന്നത് പ്രൊപ്പോർഷൻ ടു കോട്ട അലോട്ടഡ് ടു കൺട്രീസ് ഫ്രം ടൈം ടു ടൈം. സോ ടൈം ടു ടൈം ഓരോ രാജ്യത്തിലേക്കും എത്ര കോട്ട അലോട്ട് ഉണ്ട്, ആ കോട്ടയെ ഡിറ്റർമിൻ ചെയ്യുന്നത് ആ രാജ്യത്തിന്റെ GDP ആണ്, ആ കൺട്രിയുടെ കുറെ എക്കണോമിക് ഫീച്ചേഴ്സ് ആണ്, അവരുടെ കോൺട്രിബ്യൂഷൻ ആണ്, അവർ എത്രത്തോളം കാര്യങ്ങൾ IMF-ൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതായത് ഏറ്റവും റിച്ച് ആയിട്ടുള്ള രാജ്യങ്ങൾക്ക് അവർക്ക് വോട്ടിംഗ് കോട്ട കൂടുതലായിരിക്കും. അടുത്തത്, വാട്ട് ഈസ് ഇന്ത്യസ് വോട്ടിംഗ് ഷെയർ ഇൻ ദ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്? ഉത്തരം 2.76. ഏറ്റവും കൂടുതൽ അമേരിക്കയ്ക്കാണ് കേട്ടോ. ലെസ് ദാൻ 20 ആണ്, അറൌണ്ട് 17% ആണ്. ഇന്ത്യക്ക് 2.76 മാത്രമേ ഉള്ളൂ. അതും ചോദിച്ചിട്ടുണ്ട് ഒരു ചോദ്യം. അടുത്ത ചോദ്യം, ഹൗ മെനി കൺട്രീസ് ആർ മെമ്പേഴ്സ് ഓഫ് ദ വേൾഡ് ബാങ്ക്? IMF-ൽ 190 ആണെങ്കിൽ വേൾഡ് ബാങ്കിൽ 189. 5, വാട്ട് ഈസ് ദ ഫുൾ നെയിം ഓഫ് ദ വേൾഡ് ബാങ്ക്? ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വേൾഡ് ബാങ്കിന്റെ ഫുൾ നെയിം എന്താണ്? നമ്മൾ പറഞ്ഞു, ബ്രെട്ടൺ വുഡ്സിൽ ഫോം ചെയ്തപ്പോൾ അതിന്റെ പേരെന്തായിരുന്നു? ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. അടുത്തത് എന്താണ്? 6ാമത്തെ ചോദ്യമാണ്, വിച്ച് സിസ്റ്റർ ഓർഗനൈസേഷൻ ഓഫ് ദ വേൾഡ് ബാങ്ക് പ്രൊവൈഡ്സ് ലോങ് ടേം ലോൺസ് അറ്റ് 0 ഇൻട്രസ്റ്റ് റേറ്റ്സ് ടു പുവറസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രീസ്? വേൾഡ് ബാങ്ക് ഗ്രൂപ്പിലെ ഏത് ഓർഗനൈസേഷനാണ്? നമ്മൾ 5 ഓർഗനൈസേഷൻ പഠിച്ചു. അതിലൊരു ഓർഗനൈസേഷൻ നമ്മൾ പറഞ്ഞു, IDA, ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ. അവരാണ് 0 ഇൻട്രസ്റ്റ് റേറ്റിൽ പുവറസ്റ്റ് രാജ്യങ്ങൾക്ക് ലോൺ കൊടുക്കുന്നത്. ഇനി തെറ്റിപ്പോവില്ലല്ലോ? തെറ്റിപ്പോവില്ല. IMF-ലെ വോട്ടിംഗ് കാര്യം നമ്മൾ പറഞ്ഞു, ഇതേപോലെ തന്നെയാണ് വേൾഡ് ബാങ്കിലും വോട്ടിംഗ്. വേൾഡ് ബാങ്കിലും IMF-ലും ഏറ്റവും കൂടുതൽ വോട്ടുള്ളത് അമേരിക്കയ്ക്കാണ് കേട്ടോ. അമേരിക്കയ്ക്കാണ് ഏറ്റവും വലിയ വോട്ടിംഗ് അവകാശമുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലുള്ള അക്കാഡമിക് കണ്ടന്റ്, പരീക്ഷയ്ക്ക് ഹെൽപ്ഫുൾ ആവുന്ന കണ്ടന്റ് വേണമെങ്കിൽ നമ്മളോട് പറയുക, നമ്മൾ തീർച്ചയായിട്ടും ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ 1-2 കണ്ടന്റ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ കണ്ടന്റ് പ്രിപ്പയറിംഗ് ആണ്. തീർച്ചയായിട്ടും ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തും, പേടിക്കേണ്ട കാര്യമില്ല. വീണ്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ, ഇന്ന കണ്ടന്റ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ പറയുക. കൂടുതൽ ലഭിക്കുന്ന കണ്ടന്റുകൾ എത്രയും പെട്ടെന്ന് വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.